ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വിശുദ്ധ ക്രിസ്റ്റഫറിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. വിശുദ്ധ ക്രിസ്റ്റഫറിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്, ഞങ്ങളൊരു വണ്ടി വാങ്ങിച്ച് വെഞ്ചരിക്കാൻ ചെന്നപ്പോൾ ഞങ്ങളുടെ പള്ളിയിലെ വികാരിയച്ഛൻ ഞങ്ങൾക്കൊരു കീ ചെയിൻ തന്നു. അത് വിശുദ്ധ ക്രിസ്റ്റഫറിൻ്റെ രൂപമുള്ളൊരു കീ ചെയിനായിരുന്നു. അപ്പോൾ എൻ്റെ അപ്പനത് എനിക്ക് കൊണ്ടു തന്നു. അപ്പോൾ വിശുദ്ധൻ്റെ പേര് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, പക്ഷേ ഒരു തവണ ഞാനത് കേട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞാനത് വിട്ടുപോയി. ഒരു ദിവസം ഇതേപോലെ എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ എക്സാമിന് ഞാൻ KSRTC പോവാണ്, രാവിലെയാണ് പോകുന്നത്. എനിക്ക് ഉറക്കം വന്നിട്ട് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ യാത്രയുടെ സമയത്ത് ഉറക്കത്തിൽ വണ്ടി അവിടെ ഇവിടെയൊക്കെ പോയി ഇടിക്കാൻ പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ഓർത്തു, വിശുദ്ധൻ്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല, എന്നാലും പേര് ഓർമ്മ കിട്ടുന്നില്ല. വിശുദ്ധ പ്രാർത്ഥിച്ചേക്കണേ, ഞങ്ങളെ സംരക്ഷിക്കണേ എന്ന് ഞാൻ വെറുതെ ഓർത്തു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് വിശുദ്ധൻ്റെ പേര് എനിക്ക് എന്ത് ചെയ്തിട്ട് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ വണ്ടി ഓരോ തവണ ഇടിക്കാൻ പോകുന്നതും ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. സുരക്ഷിതമായിട്ട് ഞാൻ പരീക്ഷ എഴുതി തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ എനിക്ക് അറിയുന്നുണ്ടായിരുന്നു, എത്രയോ തവണ വണ്ടി ഇടിക്കാൻ പോയിട്ടും ഞങ്ങൾ അതിൽ നിന്നൊക്കെ സംരക്ഷിക്കപ്പെട്ടാണ് ഞാൻ വീട്ടിലെത്തുന്നത്. അപ്പോൾ എനിക്ക് വല്ലാത്ത ആഗ്രഹം, വിശുദ്ധൻ്റെ പേരെന്താ ഓർമ്മയെ കിട്ടുന്നില്ല, വിശുദ്ധൻ്റെ പേരും ഒന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് വളരെ കുറച്ച് നേരം കഴിഞ്ഞതേ ഉള്ളൂ. കുറച്ച് നേരം എനിക്ക് തോന്നുന്നു അന്ന് തന്നെയോ പിറ്റേ ദിവസമോ ഞാൻ ഷാലോം TV ഓണാക്കിയപ്പോൾ വിശുദ്ധ ക്രിസ്റ്റഫറിനെ കുറിച്ചായിരുന്നു അന്ന് അച്ഛൻ്റെ ടോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അച്ഛൻ വിശുദ്ധ ക്രിസ്റ്റഫറെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: വിശുദ്ധ ക്രിസ്റ്റഫർ കുഞ്ഞായിരുന്ന സമയത്തെ ഈ ലോകത്തെ ഏറ്റവും ശക്തനായ മനുഷ്യനെ സേവിക്കണം, ആ മനുഷ്യൻ്റെ സേവകനായിട്ട് ജീവിക്കണം എന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ ക്രിസ്റ്റഫർ രാജ്യത്തെ രാജാവിൻ്റെ അംഗരക്ഷകനായിട്ട് ജോലിക്ക് ചേർന്നു. അങ്ങനെ രാജാവിനെ സേവിച്ചുകൊണ്ടിങ്ങനെ പോകുന്ന സമയത്ത് ഒരു ദിവസം അയൽ രാജ്യത്തെ രാജാവ് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള സന്ദേശം കൊടുത്തയച്ചു. അപ്പോൾ ഈ രാജാവ് സമാധാനത്തിന് വേണ്ടി അപേക്ഷിച്ചു. അപ്പോൾ ക്രിസ്റ്റഫറിന് മനസ്സിലായി രാജാവ് പേടിത്തൊണ്ടനാണ്. അപ്പോൾ അയൽ രാജ്യത്തെ രാജാവിൻ്റെ സേവകനായിട്ട് ചേരാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അയൽ രാജ്യത്ത് പോയി അവിടുത്തെ രാജാവിൻ്റെ അംഗരക്ഷകനായിട്ട് ജോലി ആരംഭിച്ചു. കുറേ നാളുകൾക്ക് ശേഷം ഇതേപോലെ ഒരു ദിവസം രാജസദസ്സിൽ ഒരു മനുഷ്യൻ പിശാചിൻ്റെ പാട്ട് പാടിക്കൊണ്ട് വരുന്നത് കണ്ടു. അപ്പോൾ ഇത് കണ്ടപ്പോഴേക്കും രാജാവ് പെട്ടെന്ന് കുരിശ് വരച്ചു. അപ്പോൾ ക്രിസ്റ്റഫർ ഓർത്തു, രാജാവിന് പിശാചിനെ പേടിയാണ്, അങ്ങനെയാണെങ്കിൽ രാജാവും പേടിത്തൊണ്ടാണ്. അപ്പോൾ പിശാചിനെ സേവിക്കുന്നതാണ് ഉചിതമെന്ന് മനസ്സിലാക്കി പിശാചിനെ സേവിക്കാൻ വേണ്ടിയിട്ട് രാജാവ് ക്രിസ്റ്റഫർ ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ കുറേ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് സുന്ദരന്മാരായിട്ടുള്ള യുവാക്കൾ കുതിരപ്പുറത്തിങ്ങനെ യാത്ര ചെയ്യുന്നത് കണ്ടപ്പോൾ ക്രിസ്റ്റഫറിനെ കണ്ടപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചു. അപ്പോൾ ക്രിസ്റ്റഫർ പറഞ്ഞു, ഞാൻ പിശാചിനെ അന്വേഷിച്ച് പോവാണ്, പിശാചിനെ സേവിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ യുവാക്കന്മാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ പിശാചുകളാണ്, ഞങ്ങളുടെ ഒപ്പം പോന്നോളാൻ പറഞ്ഞു. അങ്ങനെ പോയി കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഒരു കുരിശടി കണ്ടപ്പോൾ ഈ പിശാചുകൾ തിരിഞ്ഞു പോയപ്പോഴത്തേക്കും ക്രിസ്റ്റഫർ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് തിരിഞ്ഞു പോയത് എന്ന് ചോദിച്ചു. അപ്പോൾ പിശാചുകളൊന്നും മിണ്ടിയില്ലെങ്കിലും ക്രിസ്റ്റഫറിന് മനസ്സിലായി പിശാചിന് കുരിശിനെ പേടിയാണ്. അങ്ങനെ ക്രിസ്റ്റഫർ കുരിശിനെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വൈദികൻ്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ വൈദികൻ പറഞ്ഞു, ഇങ്ങനെ ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ക്രിസ്റ്റഫർ ചോദിച്ചു, എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ശക്തനായ മനുഷ്യനെ സേവിക്കണമെന്നാണ് ആഗ്രഹം, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ഈശോയെ സേവിക്കാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ വചനം വായിക്കണം, പഠിക്കണം, സുവിശേഷം പ്രഘോഷിക്കണം. അപ്പോൾ ക്രിസ്റ്റഫർ പറഞ്ഞു, എനിക്ക് അക്ഷരാഭ്യാസമൊന്നുമില്ല, അപ്പോൾ ഇതൊന്നും ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഈ ആരോഗ്യം വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ പറയാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അവിടെ അടുത്തൊരു ചെറിയ കടവുണ്ട്, ഈ കടവ് കടന്നു പോകാൻ കടത്തൊന്നുമില്ല. ക്രിസ്റ്റഫറിന് ആരോഗ്യമുണ്ടല്ലോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇത് കടക്കാൻ പറ്റാത്ത സ്ത്രീകളും കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി പേരുണ്ടല്ലോ, അവരെ നിങ്ങൾ ഈ കടവ് കടത്തി കൊടുക്കുക, എന്നിട്ട് അത് ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ക്രിസ്റ്റഫർ ഈ കടവിൻ്റെ അടുത്ത് ചെറിയൊരു വീട് കിട്ടിയിട്ട് അവിടെ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ വരുന്ന കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കടവ് കടത്തി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ക്രിസ്റ്റഫർ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞ് വിളിക്കുന്നത് കേട്ടു. ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത് കേട്ടു. അങ്ങനെ ക്രിസ്റ്റഫർ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ചെറിയൊരു കുട്ടിയാണ്. അപ്പോൾ കുട്ടി പറഞ്ഞു, എന്നെ കടവൊന്ന് കടത്തി തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ക്രിസ്റ്റഫർ ഈ കുട്ടിയെ കടവ് കടത്താൻ നേരം വെള്ളം പെട്ടെന്ന് ഉയർന്നു വന്നു. അങ്ങനെ ക്രിസ്റ്റഫർ വളരെ കഷ്ടപ്പെട്ട് കടവ് കടത്താൻ വന്നതും കഴുത്തോളം വെള്ളമായി. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി ക്രിസ്റ്റഫർ ഈ കുഞ്ഞിനെ അക്കരെ കടത്തിയിട്ട് പറഞ്ഞു, കുഞ്ഞെ, നിന്നെ കടവ് കടത്താൻ പെട്ട പാട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരെയും കടവ് കടത്താൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ക്രിസ്റ്റഫറിന് അത് ഉണ്ണീശോ ആയിരുന്നു. ഉണ്ണീശോ എന്താ പറയുക, ഈ ക്രിസ്റ്റഫറിനൊരു വടി കൊടുത്തിട്ട് എനിക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനം തന്നുകൊണ്ട് ആ കുഞ്ഞ് അപ്രത്യക്ഷനായിപ്പോയി. അതിനുശേഷം ക്രിസ്റ്റഫർ എന്താണെന്ന് വെച്ചാൽ വചനം വായിച്ച് പഠിച്ച് ഈശോയ്ക്ക് വേണ്ടി സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ പലയിടത്തും ഇപ്പോൾ ക്രിസ്റ്റഫറിൻ്റെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു. ഈ വടി ഇങ്ങനെ കുത്തി നിൽക്കുന്ന സമയത്ത് അതിൽ ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ടായി. അത് കാണുമ്പോൾ ആളുകൾ അടുത്ത് വരികയും
അതിനുശേഷം ക്രിസ്റ്റഫർ അവരോട് വചനം പ്രഘോഷിക്കുകയും ചെയ്യായിരുന്നു. അങ്ങനെ ക്രിസ്റ്റഫർ ഇങ്ങനെ വചനം പ്രഘോഷിച്ച് ഒരു നാട്ടിലെത്തിയ സമയത്ത് ആ രാജ്യത്തെ രാജാവ് ഈ പറഞ്ഞിട്ട് എല്ലാവരും രാജാവിനെ സേവിക്കണം എന്ന് പറഞ്ഞിരുന്നൊരു മനുഷ്യനാണ്. അങ്ങനെ ക്രിസ്റ്റഫറിൻ്റെ ഈ പ്രസംഗം കേട്ടിട്ട് സഹിക്കാൻ വയ്യാണ്ട് ക്രിസ്റ്റഫറിനെ പിടിച്ചുകൊണ്ടിരുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകളെ ക്രിസ്റ്റഫറിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. പക്ഷേ അവരും വചനം കേട്ട് ക്രിസ്റ്റഫറോട് കൂടെ കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2-3 തവണ ആൾക്കാരെ വിട്ടിട്ടും ക്രിസ്റ്റഫറിനെ കൊട്ടാരത്തിലെത്തിക്കാൻ രാജാവിന് സാധിച്ചില്ല. അവസാനം ക്രിസ്റ്റഫർ തന്നെ സ്വമേധയാ രാജാവിൻ്റെ സന്നിധിയിൽ വരികയാണ്. അങ്ങനെ അപ്പോൾ രാജാവ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റഫറിനെ കൊല്ലാൻ വേണ്ടി ക്രിസ്റ്റഫറിനോട് പറഞ്ഞു വേറെ എന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോൾ ക്രിസ്റ്റഫർ പറഞ്ഞു പറ്റത്തില്ല, ഞാൻ ദൈവത്തെ മാത്രമേ ആരാധിക്കത്തുള്ളൂ, ഈശോയെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ക്രിസ്റ്റഫറിനെ കൊല്ലാൻ വേണ്ടി രാജാവ് കുറേ എന്താ പറയുക അമ്പ് ചെയ്യുന്നവരെ നിരത്തി നിർത്തി അമ്പ് ചെയ്യുകയാണ്. പക്ഷേ ഒരു അമ്പ് പോലും ക്രിസ്റ്റഫറിന് കൊള്ളുന്നില്ല. അവസാനം രാജാവ് ദേഷ്യം പിടിച്ച് ക്രിസ്റ്റഫറിനെ നേരിട്ട് കൊല്ലാൻ വേണ്ടി പോകുമ്പോഴേക്കും ഇതിലൊരു അമ്പ് രാജാവിൻ്റെ കണ്ണിൽ കൊണ്ട് രാജാവിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ക്രിസ്റ്റഫർ പറഞ്ഞു, എനിക്ക് എൻ്റെ ദൈവത്തിന് വേണ്ടി മരിക്കുന്നതാണ് എനിക്ക് സന്തോഷം. അപ്പം ഞാൻ എൻ്റെ ജീവൻ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ രക്തം എടുത്ത് രാജാവിൻ്റെ കണ്ണിൽ പുരട്ടി രാജാവിന് കാഴ്ച കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ക്രിസ്റ്റഫർ മരിച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്റ്റഫറിൻ്റെ രക്തം എടുത്ത് രാജാവിൻ്റെ കണ്ണിൽ പുരട്ടിയപ്പോൾ രാജാവിന് കാഴ്ച കിട്ടി. അങ്ങനെ രാജാവ് ഒരു ക്രിസ്ത്യാനിയായിട്ട് മാറുകയും ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയും ഈശോയ്ക്ക് വേണ്ടിയിട്ട് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്തു. ഇതാണ് ക്രിസ്റ്റഫറിൻ്റെ കഥ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രിസ്റ്റഫർ യാത്രക്കാരുടെ മധ്യസ്ഥനാണ്. കാരണം ഈശോയെ തോളിലേറ്റി വഹിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ യാത്രകളിൽ ക്രിസ്റ്റഫർ തോളിലേറ്റി വഹിക്കും എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, യാത്ര പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് വിശുദ്ധ ക്രിസ്റ്റഫറിനെ ഞാൻ പരിചയപ്പെടുത്തി തരികയാണ്. വിശുദ്ധ ക്രിസ്റ്റഫറിനോട് ഈശോയെ തോളിൽ വഹിച്ചതുപോലെ ഈ യാത്രയിൽ ഞങ്ങളെയും വഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ എല്ലാ യാത്രകളും ദൈവാനുഗ്രഹപ്രദമാവാൻ വേണ്ടിയിട്ട് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. ഓക്കെ, ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.